നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ മുട്ടനടി. ഈ മുട്ടനടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ മന്ത്രിസഭയുടെ ഈ ദിവസങ്ങളിലെ അവസാന സഭാ യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സഭായോഗത്തിൽ തന്നെ പലിശ സഹിതം എല്ലാം കൊടുത്തിട്ടേ സഭ വിട്ടിറങ്ങുകയുള്ളൂ എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ നിയമസഭയിലേക്ക് കയറിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിയമസഭയിൽ അംഗങ്ങൾ കയറിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സിസ്റ്റം തകരാറാണ് എന്ന്, അതായത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ മാസവും കുറഞ്ഞത് 3 കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു നമ്മുടെ സംസ്ഥാനത്തിൽ ആ വിഷയം ഉന്നയിക്കേണ്ടതില്ലേ? ആ വിഷയം അടിയന്തര പ്രമേയത്തിൽ ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് അനുവാദം നൽകാതെ സിസ്റ്റത്തിന് യാതൊരുവിധ തകരാറുമില്ല, സിസ്റ്റം നോക്കിക്കാണുന്നവർക്കാണ് പ്രശ്നമെന്ന നമ്മുടെ വി.ഡി. സതീശന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മറുപടി നൽകുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഇവർ കൈയും കെട്ടി കാലും കെട്ടി അല്ലെങ്കിൽ ചെവിയും കെട്ടി കേട്ടുകൊണ്ടിരിക്കുമെന്നാണോ പ്രതീക്ഷ? അല്ല, ഒരിക്കലുമല്ല. കാരണം ഇവർ കൃത്യമായി തന്നെ മറുപടി പറയും. പ്രതിപക്ഷ അംഗങ്ങൾ കൃത്യമായി തന്നെയാണ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ പറയുന്നുണ്ട്, വീണ ജോർജ് അതിന് മറുപടി നൽകുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വി.ഡി. സതീശനൊക്കെ കൃത്യമായി തന്നെയാണ് വീണ ജോർജിനെതിരെ പറഞ്ഞിരിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും നിയമസഭ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സ്പീക്കറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. സഭ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതായത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം. ഏറ്റവും ഒടുവിലാണ് വിളപ്പിശാലയിൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഹൃദയവേദനയുമായി എത്തിയ യുവാവിനെ ചികിത്സിക്കാതെ വളരെ വൈകിപ്പിച്ചതിനു ശേഷം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിന് മുമ്പേ അദ്ദേഹം മരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ആഴ്ചയാണ് ഉണ്ടായത്. ആ സാഹചര്യത്തെ കൂടി എടുത്തു വെച്ച് പറയുകയാണ്. അപ്പോൾ സിസ്റ്റത്തിന് യാതൊരുവിധ തകരാറുമില്ല, നോക്കിക്കാണുന്നവർക്കാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം ഉണ്ടാതിരിക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നുണ്ട്, എന്നാൽ കൃത്യമായ മറുപടികൾ കിട്ടുന്നില്ല. എന്തായാലും പ്രതിപക്ഷത്തിന്റെയും വീണ ജോർജിന്റെ മറുപടിയും പ്രതിപക്ഷത്തിന്റെ ചോദ്യവും ഒക്കെ നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണുനാഥാണ് ഇന്നിപ്പോൾ കൃത്യമായ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരത്തിലാണ്. സാർ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം സാർ വഴിമുട്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. SIT നോക്കുകുത്തിയായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. സാർ, എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയാണ്. അടുത്ത ദിവസം 3 സുപ്രധാനമായ CPM നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോവാണ്. സാർ, സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്നത് യാതൊരു തെളിവുമില്ലാതെ ഇനി പുതിയ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലും നടത്താതെ ഉള്ള പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുള്ള അപകടകരമായ നിലയിലേക്ക് SIT അന്വേഷണത്തേക്കാണ്. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് അങ്ങേ അറിയിക്കുന്നു. സാർ, ഈ 91ാമത്തെ ചോദ്യം പ്രതിപക്ഷ ബെഞ്ചിന്റെ ചോദ്യമായിരുന്നു. സാർ, വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് അവർ അത് ഈ വിഷയം സഭയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് സാർ ഇതിലൂടെ കാണുന്നത്. 92ാമത്തെ ചോദ്യത്തിൽ എയുടെ ഉത്തരം സാർ, കേരള സർക്കാരിന്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 99 റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ 72 എണ്ണത്തിന്റെ നിർമ്മാണ ചുമതല RBDCKയ്ക്കും 27 എണ്ണത്തിന്റെ നിർമ്മാണ ചുമതല KRDCLനും നൽകിയിട്ടുണ്ട്. ഇവയിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ROB, കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് ROB, തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ROB, ചിറങ്ങര ROB, എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ROB, കൊല്ലം ജില്ലയിലെ മാളിയക്കൽ ROB, കോട്ടയം ജില്ലയിലെ കാരിത്താസ് ROB, കണ്ണൂർ ജില്ലയിലെ കൊടുവള്ളി ROB, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അടിപ്പാത എന്നീ 9 റെയിൽവേ മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുള്ളതാണ്. പാലങ്ങൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മലപ്പുറം തിരൂർ ROBയുടെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. ആകെ 10 മേൽപ്പാലം അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്നവയുടെ വിശദവിവരം ഈ ഉത്തരത്തിന്റെ കൂടെ അനുബന്ധ ആയിട്ട് ചേർത്തിട്ടുണ്ട്. സർ,